ഹായ്, റെൻബോക് ഉപ്പാഡോസിറ്റിനും ഇതൊരു പുതിയ മെഡിസിൻ ആണോ UAE-ൽ? അല്ല, 2019 കണ്ടെത്തും റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സർട്ടൻ ഡെർമറ്റൈറ്റിസ് ഇങ്ങനത്തെ കണ്ടീഷനിൽ ഡോക്ടേഴ്സ് ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിൻ തന്നെയാണത്. റീസെന്റ് യൂറോപ്പിൽ നടന്ന ചില ക്ലിനിക്കൽ സ്റ്റഡീസിൽ ഇതിനൊരു അഡീഷണൽ ബെനിഫിറ്റോടെ കണ്ടെത്തി. ഇത് വെള്ളപ്പാണ്ടിന് വളരെ എഫക്റ്റീവ് ആണെന്നും ഈ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ UAE ഇത് ട്രീറ്റ്മെന്റ് പ്ലാനിൽ ഉൾപ്പെടുത്തുകയും അതിന് അപ്രൂവൽ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് വെള്ളപ്പാണ്ട്, ഈ മെഡിസിൻ എങ്ങനെയാണ് വെള്ളപ്പാണ്ടിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി സംസാരിക്കാന്നാണ് വിചാരിക്കുന്നതെന്ന്. നമ്മുടെ സ്കിന്നിന് നോർമലായിട്ടുള്ള കളർ കൊടുക്കുന്നത് മെലാനിൻ എന്നൊരു പിഗ്മെന്റ് ആണ്. മെലാനോസൈറ്റ്സ് എന്നുള്ള സെല്ലിലാണ് ഈ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ മെലാനോസൈറ്റ്സിനെ നശിപ്പിച്ച് കളയും. മെലാനിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ വൈറ്റ് പാച്ചസ് ഉണ്ടാവും, കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കളറും ഉണ്ടാവും. ഇതാണ് ശരിക്കും നടക്കുക. എങ്ങനെയാണ് നമ്മുടെ ശരീരം ഈ മെലാനോസൈറ്റ്സിനെ നശിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞാൽ മാത്രമാണ് ഈ മെഡിസിൻ എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഒരു കാവൽക്കാരനായിട്ട് സങ്കല്പിക്കുക. അതിന്റെ ജോലി പുറമേന്ന് വരുന്ന ഒരു ഫോറിൻ ബോഡി അല്ലെങ്കിൽ ശത്രുക്കളെ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ വെറ്റ്ലിഗോ ഉള്ള ഒരു കേസിൽ നമ്മുടെ മെലാനോസൈറ്റ്സിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള കാര്യമാണെന്ന് ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റിദ്ധരിക്കുകയും ആ സെൽസിനെ നശിപ്പിക്കാനായിട്ട് ഒരു വാർണിംഗ് മെസ്സേജ് അവിടുന്ന് കൊടുക്കുകയും ചെയ്യും. ഈ മെസ്സേജ് സെല്ലിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ജീൻ ആക്ടിവേറ്റ് ആയിട്ട് ആ സെല്ല് നശിച്ചു പോകും. അപ്പോൾ ഈ മെസ്സേജിങ് പ്രോസസ്സ് നമുക്കൊരു ഫോൺ കോളിനോട് ഉപയോഗിക്കാം. ഒരു മെസ്സേജ് അവിടുന്ന് വരുന്നു, ആ മെസ്സേജാണ് സൈറ്റോകൈൻ എന്ന് പറഞ്ഞ കെമിക്കൽ. ആ മെസ്സേജ് നേരെ സെല്ലിന്റെ പുറത്തുള്ള ജാക്ക് പാത്വേ എന്ന് പറയും. അവിടെ റിസീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജാക്ക് പാത്വേ വഴി ആ മെസ്സേജ് ജീനിന്റെ ഉള്ളിൽ എത്തുകയും ആ ജീൻ ആക്ടിവേറ്റ് ആവുകയും നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ നടക്കുന്ന സെല്ല് നശിച്ചു പോവുകയും ചെയ്യും. ഇവിടെയാണ് നമ്മുടെ മെഡിസിന്റെ റോള് വരിക. ഈ മെഡിസിൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെറ്റായ മെസ്സേജിനെ ജാക്ക് പാത്വേയിൽ റിസീവ് ആവാതെ തടയും. ആ പ്രോസസ്സിനെ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ മെസ്സേജ് ഒരിക്കലും സെല്ലിന്റെ ഉള്ളിൽ എത്തില്ല. അപ്പോൾ സെല്ലിന്റെ നശീകരണം അവിടെ നടക്കില്ല. അതുകൊണ്ട് തന്നെ നോർമൽ പേഴ്സണെ പോലെയുള്ള മെലാനിൻ പ്രൊഡക്ഷൻ അവിടെ നടക്കുകയും നമ്മുടെ സ്കിന്നിന്റെ നഷ്ടപ്പെട്ട കളർ തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇതാണ് ഈ മെഡിസിന്റെ റോളും മെക്കാനിസം ഓഫ് ആക്ഷനും. ഈ മെഡിസിൻ 3 സ്ട്രെങ്ത്തിൽ അവൈലബിൾ ആണ്. 50 mg, 30 mg ആൻഡ് 45 mg. ഒരിക്കലും നേരിട്ട് കഴിക്കാൻ പറ്റിയ ഒരു മെഡിസിൻ അല്ല. ഡോക്ടർ സൂപ്പർവിഷൻ ഡെഫിനറ്റ്ലി വേണം. ലോങ് ടൈം ട്രീറ്റ്മെന്റ് ആണ്. ചിലപ്പോൾ നമ്മൾ കുറച്ചു കാലം എടുത്തു കഴിയുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് വേണ്ടി വരും. അതിന് മുമ്പ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു മെഡിസിൻ ആയതുകൊണ്ട് എപ്പോഴും ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ മാത്രം ഈ ട്രീറ്റ്മെന്റിലേക്ക് പോവുക. അപ്പൊ ഇത്രയാണ് ഈ മെഡിസിനെ പറ്റിയുള്ള വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. താങ്ക് യു.